ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഗ്ലാമർ പോരാട്ടങ്ങളിൽ മറ്റൊന്ന്. മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഈ സീസണിൽ ഒരൊറ്റ തവണ മാത്രമാണ് മുംബൈ RCB ടീമുകൾ ഏറ്റുമുട്ടുന്നത്. അത് മുംബൈയുടെ ഹോം ഗ്രൗണ്ടായ വാങ്കഡയിൽ വെച്ച്. ഡൽഹിക്കെതിരെ നേടിയ മികച്ച വിജയത്തോടെ മുംബൈയുടെ തിരിച്ചുവരവ് നാം കണ്ടു. അത് തുടരാൻ തന്നെയായിരിക്കും ഹാർദിക് പാണ്ഡ്യയുടെ ശ്രമം. കളി വാങ്കഡയിൽ തന്നെയാണ് എന്നത് അവർക്ക് ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ടോപ്പ് ഓർഡറും ഫിനിഷേഴ്സും ഒരുപോലെ DCക്കെതിരെ ഫോമിലേക്കെത്തി. റൊമാരിയോ ഷെപ്പേർഡിന്റെ ഇമ്പാക്ട് എത്ര വലുതാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഒരു പുതിയ ക്യാപ്റ്റനെ സംബന്ധിച്ച് കോമ്പിനേഷൻ കണ്ടെത്തുക എന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ഹാർദിക് എന്ന നായകൻ അത് കണ്ടെത്തി കഴിഞ്ഞു. സ്കൈയിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ഒന്നും ഡൽഹിക്കെതിരെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും 234 റൺസിലേക്ക് എത്തിയത് അവരുടെ ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കും. സൂര്യകുമാറിനും അതൊരു അനുഗ്രഹമാണ്. ബുംറയെ ഒഴിവാക്കി ഒരു ഗെയിം പ്ലാൻ മുംബൈക്ക് സാധ്യമല്ലെന്ന് കഴിഞ്ഞ മാച്ചിലും വ്യക്തമായി. RCBക്കെതിരെ ഇറങ്ങുമ്പോൾ പോസിറ്റീവ്സ് മാത്രമാണ് മുംബൈക്കുള്ളത്. എന്നാൽ തുടരെ 3 തോൽവികൾ നേരിട്ട RCB കടുത്ത സമ്മർദ്ദത്തിലാണ്. കളിച്ച 5-ൽ 4 തോറ്റ് മുംബൈക്കും താഴെ 9ാം സ്ഥാനം. പഞ്ചാബിനെതിരെയായിരുന്നു ആശ്വാസ ജയം. തോൽവിയൊക്കെ വൻ മാർജിനിലുമായിരുന്നു. ഓറഞ്ച് ക്യാപ്പ് നേടി വിരാട് കോഹ്ലി മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ടീമിന് യാതൊരു ഗുണവുമില്ലെന്ന് പകൽ പോലെ വ്യക്തം. ബാറ്റിംഗ് ഓർഡറിൽ അവർ മാറ്റങ്ങൾ വരുത്തിയേ തീരൂ. കാമറൂൺ ഗ്രീൻ എന്ന താരത്തെ എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്ക് യാതൊരു ധാരണയുമില്ല. ഒരു താരത്തിനും പ്രത്യേകം റോളുമില്ല. അത് ബാക്കി ടീമുകൾ കൃത്യമായി മുതലെടുക്കുന്നുമുണ്ട്. വാങ്കഡയിൽ വിജയിക്കാൻ RCB അവരുടെ ഗെയിം തന്നെ പുറത്തെടുക്കണം. എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.